കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഫ്ലോ ചാർട്ടൊക്കെ വെച്ചിട്ട് അമേരിക്കയിൽ എങ്ങനെയാണ് വീട് വാങ്ങിക്കുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇതായിരുന്നു ആ ഫ്ലോ ചാർട്ട്. അപ്പോൾ ഇവിടുത്തെ വീട് വാങ്ങാൻ പറ്റിയൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ പ്രവാസിയായിട്ട് ജീവിക്കുകയാണ്, നമുക്ക് ഗ്രീൻ കാർഡ് ഇല്ല, സിറ്റിസണൊന്നുമല്ല. അന്നേരം നമ്മൾ റെൻറ്റ് കൊടുത്ത് താമസിക്കണോ അതോ വീട് വാങ്ങിക്കണോ? ഞങ്ങളോട് എല്ലാവരും പറഞ്ഞതാണ്, വെറുതെ റെൻറ്റ് കൊടുത്ത് കളയണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട് വാങ്ങിക്കുക. ഈ വിസ പോയാലും കുഴപ്പമില്ലല്ലോ, നമ്മൾ പോകുമ്പോഴത്തേനും വീട് ഒന്നുകിൽ റെൻറ്റിന് കൊടുത്തിട്ട് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ വീട് വിറ്റിട്ട് പോകാം. അതിനുള്ള ഏജൻസികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ പവർ ഓഫ് അറ്റോണി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ നമ്മളെ പറ്റിക്കാനൊന്നും പറ്റില്ല. കമ്പനികൾക്ക് കൊടുത്താട്ടോ, അല്ലാണ്ട് ആളുകൾക്ക് കൊടുത്തിട്ട് പോകണ കേസല്ല പറഞ്ഞേ. എന്നിട്ട് നമ്മൾ 8 കൊല്ലം വാടകനെ താമസിച്ചു. ആ വാടക കൊടുത്ത പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോണിൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ ഉണ്ടല്ലോ, ആ പൈസ ആയേനെ. അപ്പോൾ ബാക്കി H1Bയിലുള്ള പ്രവാസികളിൽ പറയാനുള്ളത്, നിങ്ങൾ വരുമ്പോഴത്തേനും മിക്കവാറും H1Bയിൽ വന്നിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്ത് തിരിച്ചു പോകാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അന്നേരം വീട് മേടിക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ നമ്മൾ അമേരിക്കയിൽ സ്ഥിരതാമസമാകാൻ തീരുമാനിക്കുമല്ലോ, അതായത് ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയം. ആ സമയത്തെങ്കിലും ഒരു വീട് വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറേ പൈസ റെൻറ്റ് കൊടുത്ത് കളയേണ്ട കാര്യമില്ല. ഇവിടെ നിന്നല്ല, ലോകത്തിലെവിടെയാണെങ്കിലും ഈ വീട് വാങ്ങിക്കുന്നവർ പല പല അവസ്ഥകളായിരിക്കും. ചിലവർ ആദ്യത്തെ വീടായിരിക്കും മേടിക്കുന്നുണ്ടാവുക, ചിലവർ മേടിക്കുന്നത് രണ്ടാമത്തെ വീടായിരിക്കും, ചിലവർ ലോണായിരിക്കും, ലോൺ ഉണ്ടാവില്ല. പിന്നെ പുതിയത് പഴയത് ചാടിക്കറി താമസിക്കാൻ പോകുന്നത്, അതല്ല നമ്മൾ വീട് വാങ്ങിച്ചിട്ട് കുറച്ച് പണി എടുക്കേണ്ടി വരുന്ന വീടുകൾ. പിന്നെ ടൗണിൽ വീട് മേടിക്കണോ അതോ ഗ്രാമത്തിൽ വീട് മേടിക്കണോ? പിന്നെ ഈ ഹൗസിംഗ് അസോസിയേഷൻ ഉള്ള സ്ഥലത്ത് പോയി ചാടണോ അതോ നമ്മുടെ സാധാരണ നാട്ടിൻപുറത്ത് പോലെയുള്ള ഒറ്റകളുള്ള വീട് മേടിക്കണോ? പിന്നെ അമേരിക്കയിലാണെങ്കിൽ നാട്ടിലെ പോലെ അപ്പാർട്ട്മെന്റ്, ഫ്ലാറ്റ്, കോണ്ടോ എന്ന് പറയും. പിന്നെ ടൗൺ ഹൗസ് ഉണ്ട്, പിന്നെ സിംഗിൾ വീടുണ്ട്. ഈ വക അവസ്ഥകളാണ് നമ്മളെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾക്ക് പിന്നെ ഒരു കാര്യം കൂടെ തീരുമാനിക്കാനുണ്ട്. അതായത് നമ്മൾ വീട് വാങ്ങിക്കുമ്പോഴത്തേനും ഇന്ത്യക്കാരെ നടുക്കൊണ്ടുപോയി വീട് മേടിക്കണോ അതോ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് വീട് മേടിക്കണോ? ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വീട് മേടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ അവസ്ഥകളിൽ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ആദ്യത്തെ വീട് വാങ്ങിക്കാൻ പോവാണ്. ലോൺ എടുത്തിട്ടാണ് വീട് വാങ്ങിക്കണേ. വീട് വാങ്ങിക്കുന്നത് റിമോട്ടായിട്ടാണ്. അതായത് ഞങ്ങൾ ഈ വീട് വാങ്ങിക്കുമ്പോൾ സ്ഥലത്തില്ല. ഞങ്ങൾ താമസിക്കുന്നത് ന്യൂജേഴ്സിയിലും വീട് വാങ്ങിക്കാൻ പോകുന്നത് ജോർജിയ, അറ്റ്ലാന്റയുടെ അടുത്തുമാണ്. അതുപോലെ ഞങ്ങൾക്ക് പുതിയ വീട് വാങ്ങിക്കാനുള്ള താല്പര്യമില്ല, പഴയത് മതി. പക്ഷെ പഴയതാണെങ്കിൽ തന്നെ അത് താമസിക്കാൻ പറ്റുന്ന വീടായിരിക്കണം. ന്യൂജേഴ്സി ഞങ്ങൾ വരുമ്പോഴത്തേനും നമുക്കിനി വേറെ റെൻറ്റ് താമസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ താമസിക്കാൻ പറ്റാവുന്ന വീട് വാങ്ങിക്കണം. പിന്നെ ഹൗസിംഗ് അസോസിയേഷൻ വേണം. കാരണം നമ്മൾ പുതിയ സ്ഥലത്തേക്ക് വരുമല്ലേ, അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ഒറ്റപ്പെട്ട വീട് മേടിച്ചിട്ട് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഈ ഹൗസിംഗ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവന്മാർ ഒരുമാതിരിപ്പെട്ട മര്യാദകളൊക്കെ അവിടെ നടപ്പിലാക്കിക്കോളും. പിന്നെ വലിയ ടൗണിൽ വേണമെന്നില്ല, അത്യാവശ്യം ബസ് സൗകര്യം ഒക്കെ വേണമെന്നുള്ളൂ. പിന്നെ ഇന്ത്യക്കാരുടെ നടുക്ക് വേണ്ടേ വേണ്ട, ഒരു മിക്സ്ഡ് സ്ഥലത്തിൽ മതി. ഞങ്ങൾ 2014 വന്നിട്ട് 2020 നമ്മൾ വീട് വാങ്ങിക്കാൻ പ്ലാൻ ഇടുന്നത്. 2020 നാട്ടിൽ പോയി വന്നിട്ട് വീട് വാങ്ങിക്കണമെന്നായിരുന്നു. അങ്ങനെ 2020 മാർച്ചിൽ നമ്മൾ നാട്ടിൽ പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആ സമയത്താണ് കൊറോണ വന്ന് മൊത്തം ഷട്ട് ഡൗൺ ആവുന്നത്. അങ്ങനെ 2020 പോകാൻ പറ്റിയില്ല. 2021 വൈഫും പിള്ളേരും പോയിട്ട് അവിടെ സ്ട്രക്കായി. പിന്നെ ഞാൻ 2022 പോകുന്നത്. അങ്ങനെയാണ് മൊത്തം 8 കൊല്ലം കഴിഞ്ഞിട്ട് വീട് വാങ്ങിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ 2020 വാങ്ങിച്ചേനെ. അപ്പോൾ ഇതാണ് നമുക്ക് പറ്റിയ ആദ്യത്തെ മണ്ടത്തരം. നമ്മൾ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്തപ്പോഴെങ്കിലും വീട് വാങ്ങിക്കണമായിരുന്നു, ഇത്രയും സമയം വൈകിക്കാതെ. ഇത്രയും വൈകിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോവിഡ് സമയത്ത് വീടുകളുടെ മൊത്തം വില കൂടി. ഏറെക്കുറെ ഡബിളായി വീടുകളുടെ വില. ഞങ്ങൾ വാങ്ങിച്ച വീട് മാത്രമല്ല കേട്ടോ, അമേരിക്കയിൽ മൊത്തത്തിൽ എല്ലാ വീടുകളും ആ കൊറോണയുടെ സ്റ്റാർട്ടിങ് ഉള്ളതിനേക്കാളും 2022 ആയപ്പോഴത്തേനും ഡബിളായി. പിന്നെ പറ്റിയ മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിലെ പോലെ വിചാരിച്ചിട്ട് ആദ്യം തന്നെ നമ്മുടെ ക്രെഡിറ്റ് അപ്രൂവൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചാടിക്കറി വീടുകളൊക്കെ നോക്കി തുടങ്ങി. നമുക്കൊരു ബഡ്ജറ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, അപ്പോൾ ആ ബഡ്ജറ്റിനുള്ള വീട് നോക്കി തുടങ്ങി. അതുകഴിഞ്ഞ് നമ്മൾ ഓഫർ വയ്ക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ക്രെഡിറ്റ് പ്രീ അപ്രൂവൽ എടുക്കണമെന്ന്. നമ്മുടെ നാട്ടിൽ സിബിൽ സ്കോർ ഉള്ള പോലെ ഇവിടെ ഉണ്ട് ക്രെഡിറ്റ് സ്കോർ. അപ്പോൾ ആ ക്രെഡിറ്റ് സ്കോറൊക്കെ നോക്കിയിട്ട് നമ്മളൊരു പ്രീ അപ്രൂവൽ എടുത്ത് വയ്ക്കണം. എന്നാലാണ് ഈ വീട് വിൽക്കണോന് നമ്മളൊരു വില ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവൻ വിചാരിക്കും ഇത് ചുമ്മാ ഓഫർ വയ്ക്കുന്നതാണ്, അപ്പോൾ അവൻ്റെ സമയം വേസ്റ്റ് ആവില്ലേ. ഒന്നിൻ്റെ വീട് നമ്മൾ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഓഫർ വയ്ക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഓഫർ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നാട്ടുകാർ കൊണ്ടുപോയി. അപ്പോൾ നിങ്ങൾ വീട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലോണിൻ്റെ പ്രീ അപ്രൂവൽ എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈ മോർട്ട്ഗേജ് അപ്രൂവൽ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയുമേ ബാധിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ബാങ്കിനോട് ചോദിക്കുക നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ബാധിക്കുമെന്ന്. ഞങ്ങളെടുത്തത് better.com എന്ന് പറഞ്ഞ സൈറ്റ് വഴിയാണ്. അതൊരു ഓൺലൈൻ കമ്പനിയാണ്. അവരൊഴി പോയതുകൊണ്ട് മെച്ചമുണ്ടായി. അതായത് നമ്മൾ ഈ ലോണിൻ്റെ പ്രീ അപ്രൂവൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിനെ ബാധിക്കില്ല. അടുത്തൊരു പണി കിട്ടിയത് നമ്മൾ ഏജൻറ്റിനെ സെലക്ട് ചെയ്തതാണ്. ഞങ്ങൾ സില്ലോ എന്ന് പറഞ്ഞ സൈറ്റിലായിരുന്നു വീട് നോക്കിക്കൊണ്ടിരുന്നായിരുന്നേ. അപ്പോൾ നമ്മൾ ആ സൈറ്റ് തരുന്ന ഒരു ഏജൻറ്റിനെയാണ് നമ്മൾ എടുത്തത്. ഈ മലയാളി ഏജന്റുമാരും ഇന്ത്യൻ ഏജന്റുമാരും ഒരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആദ്യമേ പറയും അവർക്ക് കിട്ടുന്ന കമ്മീഷൻ ഉണ്ടല്ലോ, ആ കമ്മീഷനിൽ നിന്ന് കുറച്ച് പൈസ നമുക്ക് തരാമെന്ന്. നമുക്കത് കേൾക്കുമ്പോൾ എന്തൊരു ഉടായ്പ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ വഴിക്ക് പോകാതെ നമ്മൾ ഈ സില്ലോ എന്നുള്ള സൈറ്റ് വഴി ഏജന്റിനെ എടുത്തത്. ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇന്ത്യക്കാർ ഏജന്റിനെ എടുത്തിട്ട് അവർ വീട് വാങ്ങിച്ച് തരും, അവർ കുറച്ച് കമ്മീഷൻ തരും.
സംഗതി നമ്മൾ ഇന്ത്യക്കാരനാണെങ്കിലും നമുക്ക് ഇന്ത്യക്കാരെ പറ്റിയുള്ളൊരു വിശ്വാസപരമായ ധാരണ കുറച്ച് കുറവായതുകൊണ്ട് ആ വഴിക്ക് പോയില്ല എന്നുള്ളൂ. അങ്ങനെ സില്ലോ വഴിയുള്ള ഏജന്റ് എടുത്തതുകൊണ്ട് നമുക്ക് അവരുടെ കമ്മീഷനിൽ നിന്നൊന്നും കിട്ടിയില്ല. ഇവിടുത്തെ ബ്രോക്കർമാർ കമ്മീഷൻ എന്ന് പറയുന്നത് വിൽക്കുന്ന ആളാണ് പൈസ കൊടുക്കുക, അല്ലാതെ വാങ്ങിക്കുന്ന ആൾ ബ്രോക്കർക്ക് കമ്മീഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വിൽക്കുന്ന ആൾ തരുന്ന കമ്മീഷനിൽ നിന്നാണ് കുറച്ച് പൈസ ഈ ഏജന്റ് നമുക്ക് തരുന്നത്. തരണമെന്ന് നിയമമൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഈ സില്ലോന്ന് എടുക്കാതെ ഈ better.com-ൽ നിന്ന് ഏജന്റ് എടുത്തു കഴിഞ്ഞാൽ അവരൊരു ഡിസ്കൗണ്ട് തരുമെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ബ്രോക്കർമാർ പൈസ തരുമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു കമ്പനി വെർഷനാണ് ഈ better.com-ന്റെ ഏജന്റിനെ എടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് ഡിസ്കൗണ്ട് തരുമെന്ന് പറഞ്ഞ പരിപാടി. അപ്പോൾ അതങ്ങനെയായി. അടുത്തത് അബദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഞങ്ങൾ വീട് വാങ്ങിക്കുന്നത് റിമോട്ടായിട്ടാണല്ലോ, ന്യൂജേഴ്സിയിൽ ഇരുന്നിട്ട് അറ്റ്ലാന്റയുടെ അടുത്താണ് വീട് വാങ്ങിക്കണേ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ വേറെ സ്ഥലത്താണ് താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് വീട് മേടിക്കാൻ ഉദ്ദേശിക്കണേ അവിടുത്തെ അടുത്തുള്ള സ്ഥലത്തേക്ക് വാടകയ്ക്ക് താമസിക്കാൻ വരിക. അത് കഴിഞ്ഞിട്ട് ഒരു 6-7 മാസം ഒന്ന് കറങ്ങി നടന്നിട്ട് വീട് വാങ്ങിക്കേണ്ട കേസുള്ളൂ. അല്ലാതെ നമ്മൾ റിമോട്ടായിട്ട് വാങ്ങിക്കുമ്പോഴത്തേനും കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് പണികൾ പറയാം. ഒന്ന്, ഈ ബേസ്മെന്റിലൊക്കെ സ്മെല്ലാണ്. ഞങ്ങൾ ആദ്യം 1-2 വീടുകൾ ഉണ്ടായിരുന്നു വാട്സപ്പ് കോൾ വഴി. ഏജന്റ് ഒരു വീട്ടിലോട്ട് പോകുന്നു, എന്നിട്ട് അവിടെ പുള്ളി വാട്സപ്പിൽ വിളിച്ച് കാണിച്ചു തരും. അങ്ങനെ 3-ാമത്തെ 4-ാമത്തെ വീടൊക്കെ എത്തിയപ്പോഴാണ് പുള്ളി പറയണത് ഈ വീടിന്റെ ബേസ്മെന്റിൽ മണം ഇല്ലാന്ന്. അപ്പം ഞങ്ങൾ ചോദിച്ചു, അല്ല ബാക്കി വീടിന്റെ ബേസ്മെന്റിൽ മണം ഉണ്ടായിരുന്നോ? പിന്നെ നല്ല മണം ഉണ്ടായിരുന്നു അത്രേ. അങ്ങനെ പുള്ളി പറഞ്ഞ മണമില്ലാത്ത വീടാണ് ഇപ്പോൾ നമ്മൾ മേടിച്ചേക്കണേ. പിന്നെയുള്ള കേസ് അയൽവക്കമാണ്. ഇപ്പോൾ നമ്മൾ റിമോട്ടായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് അയൽവക്കം നമുക്കറിയില്ല. നമുക്ക് കുറേ ആപ്പൊക്കെ ഉണ്ട്, അതായത് ഇവിടുത്തെ ക്രൈം റേറ്റ് നോക്കാനും സ്കൂളിൻ്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട്. പക്ഷേ നമ്മൾ നേരിട്ട് പോയി അയൽവക്കത്തോടെ ഒന്നും കറങ്ങിയടിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടില്ല നമുക്ക് ഈ ഓൺലൈൻ നോക്കുമ്പോഴത്തേനും. അതുപോലെ നിങ്ങൾ ഒരു വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയൽവക്കം നോക്കാൻ പോകുമ്പോഴത്തേനും കാലത്ത് റൗണ്ട് അടിക്കുക, വൈകിട്ട് റൗണ്ട് അടിക്കുക. കാരണം കാലത്ത് വളരെ നീറ്റായിരിക്കും, ചില വൈകിട്ടാകുമ്പോൾ ഫുൾ അലമ്പായിരിക്കും. അതേപോലെ വിൻ്ററിലും സമ്മറിലും പോവുക. ചില സ്ഥലങ്ങളിൽ വിൻ്ററിൽ ഭയങ്കര കാമൻ കോറ്റായിരിക്കും, പക്ഷെ സമ്മർ ആകുമ്പോഴായിരിക്കും ആൾക്കാർ മൊത്തം പുറത്തിറങ്ങി ആകെ ഒച്ചപ്പാടും കളക്കുന്നുണ്ടായിരിക്കുന്നത്. അതുപോലെ നമുക്ക് പിള്ളേരുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ നമ്മുടെ അയൽവക്കത്ത് കുറേ പിള്ളേരൊക്കെ വേണമെന്ന്. അതൊക്കെ കാണണമെങ്കിൽ സമ്മറിൽ പോകണം, അല്ലാതെ വിൻ്ററിൽ പിള്ളേരെന്ന് ഇറങ്ങി പുറത്ത് അധികം കളിച്ച് നടക്കില്ല. നമ്മൾ നേരിട്ട് പോയി അന്വേഷിക്കുമ്പോൾ വേറെ മെച്ചമുള്ളത് അതിൻ്റെ ചുറ്റുപാടത്ത് പോലെ കമ്പനികളുണ്ടോ, അതുപോലെ അതിൻ്റെ സൈഡുകളിൽ റെയിൽവേ പോകുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഞങ്ങൾ വീട് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ കണ്ടതാണ് ഓൺലൈനിൽ. ഒരു പുള്ളി പോയി വീട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് വൈകിട്ട് 12 മണി 2 മണി 4 മണി നേരത്ത് ട്രെയിൻ പോകുത്രേ. ഒരു നിലയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന്. അതുപോലെ തൊട്ടടുത്ത് എയർപോർട്ട് ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടാവും. ആ എയർപോർട്ടിൽ എപ്പോഴൊക്കെയാണ് പ്ലെയിൻ വരാൻ നമുക്ക് അറിയില്ലല്ലോ. ഇവിടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ, ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ എയർപോർട്ടിൽ കാണാൻ പറ്റും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ പിള്ളേർ സ്കൂളിൽ പോകണ വഴിക്ക് ചെറിയ എയർപോർട്ടിൻ്റെ ബോർഡൊക്കെ ഉണ്ട്. ഇതുവരെ തന്നെ ഫ്ലൈറ്റിൽ അധികം വരാൻ കണ്ടിട്ടില്ല, പക്ഷേ എയർപോർട്ട് ഉണ്ട്. അതുപോലെ ഇവിടെ ഓരോ കൗണ്ടിക്കും എയർപോർട്ട് കണ്ടിട്ടുണ്ട്. കൗണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ജില്ല എന്ന് പറയില്ല നാട്ടിൽ, അതാണ്. അതിൻ്റെ അടുത്തൊക്കെയാണ് പെട്ടുപോയെന്നുണ്ടെങ്കിൽ രാത്രിയും ഫ്ലൈറ്റ് ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ നമ്മൾ ലോക്കലിൽ നിന്ന് വീട് പഠിക്കുമ്പോൾ മെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ നല്ല ഐഡിയ ഉണ്ടാവും. പൊരുവല്ല നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഫ്ലഡ് വരാൻ സാധ്യതയുണ്ടോ ഇല്ല എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ 1-2 വീട് കാണാൻ പോയത് നമുക്ക് വീട് കണ്ടാൽ തന്നെ അറിയാം, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തോട്ട് വെള്ളം കയറും. അതുപോലെയാണ് അതിൻ്റെ ഒരു കിടപ്പ് വശം. ഇവിടെ പിന്നെ വേറൊരു മെച്ചമുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫ്ലഡ് സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഫ്ലഡ് ഇൻഷുറൻസ് വേണമെന്ന് പറയും കേട്ടോ. പ്രത്യേകിച്ച് ബാങ്കുകാർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ലോൺ തരില്ല. പിന്നെ നമ്മൾ നേരിട്ട് പോയിട്ട് വീട് വാങ്ങിക്കുമ്പോൾ മെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വീട്ടുകാർ സംസാരിക്കാം. വീട്ടുകാരെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിയ ചിലവില്ലാതെ ഒപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങളുടെ കേസിൽ ന്യൂജേഴ്സിയിലാണ് ഞങ്ങൾ വാങ്ങിക്കുന്ന വീട്. നമ്മൾ ഓഫർ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കണ്ടായിരുന്നു വീട്. പക്ഷെ അപ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഉടമസ്ഥന്മാരൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥന്മാരെ വീട് നമുക്ക് വലിയ കണക്ഷൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഫർണിച്ചറുകൾ കാര്യങ്ങളൊന്നും അവരുടെ നിന്ന് കിട്ടിയില്ല. നമ്മൾ വാങ്ങിക്കുന്ന വീട്ടിലുള്ള ഫർണിച്ചർ ഉപയോഗിക്കുന്നത് ഇവിടെ സാധാരണ കണ്ടിട്ടില്ല കേട്ടോ. പഴയ വീട്ടുകാരുടെ ഫർണിച്ചർ കളഞ്ഞിട്ട് പുതിയ മേടിക്കല പതിവ്. നമ്മൾ ലോക്കലാണെങ്കിൽ പിന്നെ മെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കണ്ട് അപ്പം തന്നെ നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ന്യൂജേഴ്സിലായതുകൊണ്ട് നമ്മൾ ന്യൂജേഴ്സിൽ നിന്ന് വീട് കണ്ട് ഏജന്റ് ഇതിൻ്റെ ഓഫർ ഉണ്ടാക്കി അയച്ചു തന്ന് ആ ഓഫർ നമ്മൾ പ്രിന്റ് എടുത്ത് അത് നമ്മൾ ഒപ്പിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് ഏജന്റ് അയച്ചു കൊടുത്ത് ഏജന്റ് ഈ ഓഫർ കൊടുക്കുമ്പോഴത്തേനും 1-2 ദിവസം പിടിക്കും. ആ 1-2 ദിവസത്തിനകത്ത് നല്ല വീടാണെങ്കിൽ നാട്ടുകാർ കൊണ്ടുപോകും. പ്രത്യേകിച്ച് ഞങ്ങൾ വീട് വാങ്ങിച്ച സമയത്ത് ഇവിടെ വീട് വാങ്ങിക്കാൻ ഇടിയായിരുന്നു. അതായത് ഒരുത്തൻ 5 ലക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ 10,000-50,000 ഡോളർ കൂടുതൽ കൊടുത്തിട്ടാണ് ആൾക്കാർ വീട് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ കൂടെയാണ് ഞങ്ങൾ ന്യൂജേഴ്സിയിൽ നിന്ന് റിമോട്ടായിട്ട് വീട് വാങ്ങിക്കുന്നത്. ഒരു 3 വീടിനടുത്ത് ഇങ്ങനെയുള്ള ഡിലേ കാരണം പോയിട്ടുണ്ട്. ഞങ്ങളെങ്കിൽ ഇതുപോലെ വീട് വാങ്ങിച്ച് വന്നിട്ട് നമ്മൾ കുറേ കഥകൾ കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയുന്ന കഥകൾ. കാലിഫോർണിയയിൽ നിന്ന് ചിക്കാഗോ എന്നൊക്കെ വീട് കാണാതെ ചാടിക്കയറി വീട് വാങ്ങിച്ചിട്ട് ഇവിടെ താമസിക്കാൻ വന്ന് പിന്നെ താമസിക്കാൻ പറ്റാണ്ട് തിരിച്ച് ഇതുപോലെ കാലിഫോർണിയയ്ക്കും ഷിക്കാഗോയ്ക്കും തിരിച്ചു പോയത്. ഞങ്ങളുടെ കേസിൽ എന്തായാലും അങ്ങനെ പറ്റിയില്ല, കുറച്ച് ഭാഗ്യം കിട്ടി. അപ്പോൾ ഒന്നുകൂടി പറയാണ്, നിങ്ങൾ വീട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീടിൻ്റെ അടുത്തുപുറത്ത് പോയിട്ട് താമസിക്കുക. അതല്ല നിങ്ങൾ അതേ സെയിം സിറ്റിയിൽ തന്നെയാണെങ്കിൽ നിങ്ങൾ 1-2 പ്രാവശ്യം ആ വീടിൻ്റെ അടുത്തോടൊന്ന് കറങ്ങി കിടക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾക്കിപ്പോൾ വീട് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വന്ന് താമസിക്കണം. ഇവിടെ വന്നിട്ട് അധികം പണിയെടുക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പം എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഭംഗി കണ്ട് വീണ് പോകും. കാരണം പെട്ടെന്ന് വന്ന് താമസിക്കണമല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ അതിൻ്റെ ആവശ്യമില്ല. ഇവന്മാരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു 20,000 രൂപയുടെ പണിയെടുത്തിട്ട് ഒരു 50,000 രൂപ കയറ്റിയിടും വീടിന്. അപ്പോൾ കാണുമ്പോൾ ഭംഗി നോക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ലോക്കലിൽ തന്നെ വാടക താമസിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് വീട് വാങ്ങിക്കുന്നില്ല. വീട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ പണിയാം. അതല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിച്ചാലും ഈ വിൽക്കുന്ന ആള് പണിതിട്ട് കാശ് കൂട്ടി വിൽക്കുന്ന അത്രയ്ക്ക് നഷ്ടം നമുക്ക് വരില്ല. പക്ഷെ അന്നേരം ഒരു കാര്യമുള്ളത്, നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യണം. ഈ സ്ട്രക്ചറിന് വലിയ കേടുപാടുണ്ടാകാൻ പാടില്ല. ഇവിടുത്തെ വീടുകൾ മൊത്തം പണി ഇന്ന് മരത്തുമ്പോഴാണല്ലോ. അപ്പോൾ സ്ട്രക്ചർ വലിയ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ അതിന് പുറത്തുള്ള മോടി പിടിപ്പിക്കൽ അത്ര ബുദ്ധിമുട്ടുള്ള പണിയല്ല. ന്യൂജേഴ്സിയിൽ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തത്, പുള്ളി ഫോർക്ലോഷർ എന്ന് പറയും. അതായത് ഈ ലോൺ അടയ്ക്കാത്ത വീടുകളുണ്ടല്ലോ, ആ വീടുകൾ കുറേ കാലം കിടന്നിട്ട് കുറച്ച് കേടായി ഉണ്ടാവും. അങ്ങനത്തെ വീട് വാങ്ങിച്ച് പുള്ളി തന്നെയാണ് കിച്ചൺ ഉണ്ടാക്കിയത്, ബാത്റൂമൊക്കെ ഉണ്ടാക്കിയത്. യൂട്യൂബിൽ നോക്കി പഠിക്കാവുന്ന കേസുള്ളൂ. ഇപ്പം ഈ വീട്ടുകാരോട് സംസാരിച്ചില്ല എന്ന് പറഞ്ഞല്ലോ, അതുവഴി വെച്ചൊരു പണി കിട്ടിയായിരുന്നു. ഇപ്പം ഞങ്ങളുടെ വീടിനകത്ത് മെയിൻ ലെവലിൽ ഒരു കിച്ചൺ ഉണ്ട്, പിന്നെ താഴെ ബേസ്മെൻറ്റിൽ ഒരു കിച്ചൺ ഉണ്ട്. ഈ രണ്ട് സ്ഥലത്തും ഫ്രിഡ്ജും ഡിഷ് വാഷും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് രണ്ടും കിട്ടുമെന്ന് വിചാരിച്ചേ. ഇവർ കോൺട്രാക്റ്റിൽ ഡിഷ് വാഷർ ഫ്രിഡ്ജ് എന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വീട് വാങ്ങിച്ച് വന്നപ്പോഴത്തേനും ഈ മെയിൻ ലെവലിൽ മാത്രമേ ഈ ഫ്രിഡ്ജും ഡിഷ് വാഷറൊക്കെ ഉള്ളൂ. ബേസ്മെൻറ്റിലെ ഡിഷ് വാഷറും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോയി. ചോദിച്ചു പിടിച്ച് വന്നപ്പോൾ പറയുന്നത്, ഫ്രിഡ്ജ് എന്നല്ല എഴുതിയിട്ടുള്ളൂ, ഫ്രിഡ്ജസ് എന്ന് എഴുതിയിട്ടില്ലല്ലോ. അതേപോലെ ഡിഷ് വാഷർ എന്നേ ഉള്ളൂ, സിംഗുലറാണ്, താഴത്തെ എഴുതിയിട്ടില്ല. വേണമെങ്കിൽ ആ പേര് പറഞ്ഞ് ക്ലോസിങ് ക്യാൻസൽ ആക്കാം. പക്ഷെ നമുക്ക് അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ പിന്നെ അതൊക്കെ പറഞ്ഞ് വീട് വാങ്ങിച്ചു. അപ്പോൾ പറയാനുള്ളത്, അവരോട് സംസാരിച്ചിട്ട് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് ഈ കോൺട്രാക്റ്റിൽ എഴുതാം. സായിപ്പന്മാരാണ് ഡീസൻ്റാണെന്ന് വിചാരിച്ചിരിക്കരുത്. ലൈറ്റ് ചിലപ്പോൾ ഊരിക്കൊണ്ട് പോകും. ഞങ്ങളുടെ വീടിനകത്ത് ഒരു അടിപൊളി ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് അവർ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അത് പക്ഷേ പറഞ്ഞ് നമ്മൾ അതിനകത്ത് എഴുതിപ്പിച്ചു. പക്ഷേ എന്തുകൊണ്ടോ ഈ ഫ്രിഡ്ജും ഡിഷ് വാഷറും മറന്നുപോയി ബേസ്മെൻറ്റിലുള്ളത്. പിന്നെ ഒരു പണി കിട്ടിയത്, ഈ വീടിനകത്തുള്ള AC എച്ച് വാക്ക് എന്ന് പറയും ഇവിടെ, അതുപോലെ റൂഫൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് അവർ പറയും എത്ര കാലാവധി കഴിഞ്ഞതാണെന്നൊക്കെ. ഈ എച്ച് വാക്കിൻ്റെ ഒക്കെ കാലാവധി എന്ന് പറയുന്നത് 15 കൊല്ലോ 20 കൊല്ലമൊക്കെയാണ്. അപ്പോൾ അത് എത്താറായ സിസ്റ്റം ആണെങ്കിൽ അത് ആ കാലാവധി എത്തുമ്പോൾ തന്നെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ റൂഫും മാറ്റേണ്ടി വരും. ഞങ്ങളുടെ കേസിലും ഈ എച്ച് വാക്ക് ഏറെക്കുറെ കാലാവധി കഴിഞ്ഞതായിരുന്നു. 2006 വീട് പണിതപ്പോഴത്തേനും വെച്ച എച്ച് വാക്കാണ്. അതിൻ്റെ കാലാവധി അടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് വാങ്ങിച്ചു. കാരണം നമുക്ക് പെട്ടെന്ന് അവിടെ ന്യൂജേഴ്സി കൊണ്ട് വരണമല്ലോ. അത് കഴിഞ്ഞ് ഇതേ ഇപ്പോൾ 1.5 കൊല്ലമായപ്പോൾ സാധനം അടിച്ചു പോയി. ഇനിയിപ്പോൾ ഒരു എച്ച് വാക്ക് റീപ്ലേസ് ചെയ്യണം, ഒരു $10,000 വഴിക്ക് പോയി കിട്ടും. ഇതുപോലെ തന്നെയാണ് ഈ റൂഫിൻ്റെ കാര്യം. ഇവിടെ മരം കൊണ്ടാണല്ലോ ഈ മേൽക്കൂര പണിയുന്നത്. അപ്പോൾ മേൽക്കൂരയിൽ മരത്തിൻ്റെ പലക അടിച്ചു വെച്ചിട്ട് അതിന് മുകളിൽ ഷിംഗിൾസ് എന്ന് പറയും, ചെറിയ ഷീറ്റുകൾ അടിക്കും. അപ്പോൾ ആ ഷിംഗിൾസിന് കാലാവധി ഉണ്ട്. അതിൻ്റെ മെറ്റീരിയലും പോലെ 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ടേ. അത് പിന്നെ ഞങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടില്ല. അതിപ്പോൾ അടുത്ത് തന്നെ മിക്കവാറും മാറ്റിയിടേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വീട് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അതിനകത്തുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ നോക്കുക, അതുപോലെ റൂഫ് നോക്കുക. അതുകൊണ്ട് വീട് വാങ്ങിക്കേണ്ടെന്നല്ല പറയണേ, അങ്ങനെ റൂഫും കാര്യങ്ങളൊക്കെ കുറച്ച് പഴയതാണെങ്കിൽ നമ്മൾ അതിനുള്ള പൈസയും കൂടെ റിസർവിൽ വെക്കണം. അടുത്തത് ട്രാൻസ്പോർട്ടേഷനാണ്. ഞങ്ങൾ ന്യൂജേഴ്സിലായ സമയത്ത് ബസ്സുകളൊക്കെ ഉണ്ട്, അത്യാവശ്യമുണ്ട്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതും ഓരോ 20 മിനിറ്റിലും ന്യൂയോർക്കിൽ ബസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ജോർജിയയിൽ വന്ന് വീട് നോക്കിയപ്പോഴത്തേനും ബസ്സിൻ്റെ കാര്യങ്ങൾ നോക്കിയായിരുന്നു. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും ആയിട്ട് ഒരു പാർക്ക് ആൻഡ് റൈഡ് എന്ന് പറഞ്ഞിട്ട് കുറേ കാർ പാർക്കിംഗ് ഉണ്ടാവും, അവിടെ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാവും. അപ്പോൾ ആ സ്ഥലത്തുള്ളവരെല്ലാവരും കാറിൽ ഒരു 2-3 മൈൽ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഈ കാർ പാർക്കിങ്ങിൽ കാർ ഇട്ടിട്ട് അവിടെ നിന്ന് ബസ് കയറി പോകും, സിറ്റിയിലേക്ക് ബസ് കയറി പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു പാർക്ക് ആൻഡ് റൈഡ് നമ്മുടെ വീടിൻ്റെ 2 മൈൽ അടുത്തുണ്ട്. പക്ഷെ നമ്മൾ അവിടുത്തെ ബസ്സിൻ്റെ ടൈമിംഗ് നോക്കിയില്ല. സാധാരണ പാർക്ക് ആൻഡ് റൈഡാണ്, അറ്റ്ലാന്റിക്ക് 1 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിചാരം എന്ന് പറയുന്നത് ഒരു അരമണിക്കൂറിൽ 1 മണിക്കൂറിൽ ബസ് ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മൾ വീട് വാങ്ങിച്ച് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഈ പാർക്ക് ആൻഡ് റൈഡിൽ നിന്ന് ബസ് പോകുന്നത് കാലത്ത് ഒരു 5-8 ബസ് പോകും ഓഫീസ് ടൈമിൻ്റെ സമയത്ത്. ഇവിടുത്തെ ഓഫീസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണി തൊട്ട് 8-8:30 വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുന്ന് അറ്റ്ലാന്റിക്ക് പോകണമെങ്കിൽ ബസ്സൊന്നുമില്ല, പിന്നെ പിറ്റേ ദിവസം നേരം എടുക്കണം. അതേപോലെ അറ്റ്ലാന്റിൽ ഇങ്ങോട്ട് വരണമെങ്കിലും ഓഫീസ് കഴിയുന്ന ഒരു 3:30 അത് തൊട്ട് ഒരു 5:30-6 മണി വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ്സില്ല. ഇടനേരത്ത് നമുക്ക് അറ്റ്ലാന്റിക്ക് പോകണമെങ്കിലോ വേറെ എങ്ങനെയും പോകണമെങ്കിൽ ബസ് സൗകര്യമില്ല, കാർ തന്നെ വേണം. അതിന് കൂടുതൽ ഒരു പണി കൂടെ കിട്ടി. ഞങ്ങൾ വീട് വാങ്ങിച്ചത് ടൗണിലല്ല, കുറച്ച് ഉള്ളിലോട്ട് നീട്ടാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ഊബർ വിളിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. ന്യൂജേഴ്സിലായ സമയത്ത് നമ്മളൊരു ഊബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 മിനിറ്റിൽ കാർ നമ്മുടെ വീട്ടിലെത്തും. ഇവിടെ ചിലപ്പോൾ ഒരു ഊബറുകാരൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവൻ ഇങ്ങോട്ട് വരില്ല, ചിലപ്പോൾ പകുതി വെച്ചിട്ട് അവൻ ക്യാൻസൽ ചെയ്യും, പിന്നെ അടുത്ത കാറുകാരൻ എടുക്കണം.
അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. 2 കാറൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഇതൊരു പ്രശ്നമല്ല. ഞങ്ങൾ ഒരു കാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പുള്ളിക്കാരി കാറും കൊണ്ട് പോകും. എനിക്ക് എന്തെങ്കിലും കാര്യത്തിന് സ്കൂളിലേക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഊബർ വിളിക്കണം. അന്നേരം നമ്മൾ കുറച്ച് മുന്നേ തന്നെ റൈഡ് ബുക്ക് ചെയ്യണം. നമ്മൾ ഹൗസിംഗ് അസോസിയേഷനെ പറ്റി പറഞ്ഞല്ലോ. ഹൗസിംഗ് അസോസിയേഷൻ ഒരു വലിയ സംഭവമാണ് ഇവിടെ. നമുക്ക് ഈ സ്ഥലം അത്ര വലിയ പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും HOI ഉള്ള സ്ഥലത്താണ് വീട് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത്. HOI നമ്മൾ സെർച്ച് ചെയ്താലേ ഗൂഗിളിൽ കിട്ടും കുറേ ഭീകര കഥകൾ. അതായത് ചില HOIകൾ ഭയങ്കര ഫൈൻ ഇടും. വീടിൻ്റെ മുറ്റത്ത് പുല്ല് കറക്റ്റായിട്ട് വെട്ടണം, മരത്തിന് ചില്ല റോട്ടിലോട്ട് പോകാൻ പാടില്ല, പുല്ലിൻ്റെ കളർ മാറാൻ പാടില്ല, അപ്പോൾ ഫൈനാണ്. 500-1000 ഫൈൻ വരുള്ളൂട്ടാണ്. ചില HOI പറയുന്നത് നമ്മൾ കൃഷി ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ അവർ ഡ്രോണൊക്കെ കൊണ്ടുവന്ന് നോക്കും നമ്മുടെ ബാക്കിൽ വല്ല തക്കാളി ഉണ്ടോ, വഴുതനങ്ങ ഉണ്ടോ, വെണ്ടയ്ക്കുണ്ടോ എന്നൊക്കെ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവർ അതിനും ഫൈൻ തരും. ചില HOIലുള്ള നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറൊക്കെ ഉണ്ടല്ലോ, കാറൊക്കെ പുത്തൻ കാറായിരിക്കും അത്രേ. നമ്മുടെ പഴയ കൊറോളയും ക്യാമറയും കൊണ്ടൊന്നും അവിടെ വീടുകളിലവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഭീകര കഥകൾ കേട്ടെങ്കിലും നമ്മൾ HOI എടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ HOI അവിടുത്തെ ഒരു ക്രമസമാധാനം അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തുമല്ലോ. അലമ്പന്മാർ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ HOIക്കാർ ഇടപെടും, അസോസിയേഷൻ ഉള്ളതല്ലേ. അങ്ങനെയാണ് നമ്മൾ എടുത്തത്. നമുക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ HOI ഉള്ളതുകൊണ്ട് വാടകയ്ക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ H1B വിസയിലാണല്ലോ. അപ്പോൾ പെട്ടെന്ന് നാട്ടിലോട്ട് പോകണം, അപ്പോൾ പെട്ടെന്ന് എനിക്ക് ജോലി മാറേണ്ടി വന്നു, അല്ലെങ്കിൽ എൻ്റെ കമ്പനി തിരിച്ച് ഓഫീസിൽ വരാൻ പറഞ്ഞു, അന്നേരം എനിക്ക് സ്ഥലം മാറണം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ അവിടെ പോയിട്ട് പുതിയ അപ്പാർട്ട്മെൻറ്റ് എടുത്ത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അന്നേരം നമുക്ക് നമ്മുടെ വീട് വാടകയ്ക്ക് കൊടുക്കാമല്ലോ. ആ പരിപാടി ഇവിടെ പറ്റില്ല. ഇവരുടെ HOIയുടെ റൂള് പ്രകാരം എല്ലാ വീട്ടിലും ആ വീടിൻ്റെ ഉടമസ്ഥൻ താമസിക്കണം. ആദ്യം വാങ്ങിച്ച ആൾക്കാർക്ക് കുഴപ്പമുണ്ടായില്ല, അവർക്ക് വാടക കൊടുക്കാം. അങ്ങനത്തെ വീടുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ HOIക്കാർ നിയമം മാറ്റി. ആ പുതിയ നിയമം അനുസരിച്ചിട്ട് ഓണർ വീട്ടിൽ താമസിക്കണം, അല്ലാതെ പറ്റില്ല. അത് നമുക്ക് കിട്ടിയ റിട്ടേണിൻ്റെ പണിയായിരുന്നു. അത് നമ്മൾ അറിഞ്ഞു വന്നപ്പോൾ ലേറ്റായി. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ന്യൂജേഴ്സി ഇങ്ങോട്ട് വരുന്ന അത്യാവശ്യം ഉള്ളതുകൊണ്ട് പിന്നെ എന്തെങ്കിലും നടന്നു വെച്ചു, അങ്ങനെ എടുത്തു. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ഈ HOIയുടെ അവരുടെ നിയമങ്ങളൊക്കെ വാങ്ങിച്ചു നോക്കുക. പിന്നെ നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ കടകൾ ഒരു വീക്ക്നെസ് ആണല്ലോ. ഞങ്ങൾ വീട് നോക്കുന്ന സമയത്തും ഇന്ത്യൻ കടകൾ അടുത്തുണ്ടോ നോക്കിയായിരുന്നു. അന്നത്തെ നമ്മുടെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീക്കെൻഡിലല്ലേ കടയ്ക്ക് പോകുള്ളൂ, അല്ലാതെ എല്ലാ ദിവസവും കടയിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു അരമണിക്കൂറിൽ ഇന്ത്യൻ കടകളുള്ള സ്ഥലങ്ങളാണ് നോക്കിയായിരുന്നത്. ഇവിടെ അതുപോലെ തന്നെ കേട്ടോ. ഇവിടെ അരമണിക്കൂർ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ കടയൊക്കെ ഉണ്ട്. അതും മലയാളികളുടെ ഇന്ത്യൻ കട. റെസ്റ്റോറൻറ്റ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി ദൂരെ പോകണം. നമ്മൾ എല്ലാ ദിവസം പുറത്തുനിന്ന് കഴിക്കുന്നില്ല. പക്ഷേ നമുക്ക് വല്ല ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുഡ് ഏൽപ്പിക്കാനും ഫുഡ് കൊണ്ടുവരാനും ഒരു 3/4 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. ഇപ്പം നിങ്ങൾ വളരെയധികം പാർട്ടികൾ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒന്ന് പെടരുത്. അടുത്ത് കുറച്ചധികം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുള്ള സ്ഥലം നോക്കി മേടിച്ചോളൂ. പിന്നെ ഇന്ത്യക്കാർ അധികം ഇല്ലാത്ത സ്ഥലം നോക്കി മേടിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ചെറുതായിട്ട് നമ്മൾ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ കുറേ ഉണ്ടെങ്കിൽ ഈ H4ലുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്കിൾസ് ആൻഡ് ആൻറ്റീസ്, അവർ ചിലപ്പോൾ ഈ കാറ്ററിംഗ് നടത്തും. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ എല്ലാ ദിവസവും ഫുഡ് വയ്ക്കേണ്ട കാര്യമില്ല. വീക്കെൻഡിൽ പോയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ഫുഡ് വാങ്ങിച്ചാൽ മതി. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനും 1-2 ഫാമിലിയെ കണ്ടായിരുന്നു. അവന്മാർ വീട്ടിൽ ഫുഡ് വെച്ച കാലം തന്നെ മറന്നുപോയി. വീക്കെൻഡ് പോയിട്ട് മൊത്തം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എല്ലാ ദിവസവും ചൂടാക്കി കഴിക്കും. ഇത് കേൾക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്തോപോലെ തോന്നാട്ടോ. അതായത് നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ എല്ലാ ദിവസവും അമ്മ എനിക്ക് ഫുഡ് വയ്ക്കണം അല്ലെങ്കിൽ ഭാര്യ ഫുഡ് വയ്ക്കണം എന്നാണല്ലോ നമ്മുടെ ഒരു ധാരണ. ആ ധാരണയാണ് നമ്മൾ പൊളിച്ചു മാറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഫുഡ് വയ്ക്കേണ്ട കാര്യമില്ല. എന്തിനാണ് വയ്ക്കണേ? ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ഒരു വീട്ടിലോ 2 വീട്ടിലോ വെച്ചാൽ പോരെ. നല്ല ഫുഡാണ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു വരുമാനവും ചെയ്യും, ബാക്കിയുള്ളവർക്ക് അത്രയും സമയം ലാഭിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2 പേർക്ക് ഫുഡ് വയ്ക്കുന്നതിനേക്കാളും അധികം വലിയ ആയാസം ഉണ്ടാവില്ല 3 പേർക്ക് വയ്ക്കാനായിട്ട്. അത് 4-5-6 പോകുമ്പോഴത്തേനും ഈ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുമല്ലോ, അത് വെച്ച് നോക്കുമ്പോഴത്തേനും കുറച്ച് പേർക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ലാഭകരമായിട്ട് കൂടുതൽ പേർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വീട് വാങ്ങിച്ച വിശേഷങ്ങൾ, കിട്ടിയ പണികൾ. ഇതുപോലെ നിങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എഴുതുക. അതുപോലെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.